അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ കുരുന്നുകൾ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏത്? ഉത്തരം ഒട്ടകം. ചോദ്യം, ഒരു ആഴ്ചയിൽ എത്ര ദിവസങ്ങൾ ഉണ്ട്? ഉത്തരം 7 ദിവസങ്ങൾ. ചോദ്യം, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഉണ്ട്? ഉത്തരം 24 മണിക്കൂർ. ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഉത്തരം 26 അക്ഷരങ്ങൾ. ചോദ്യം, മഴവില്ലിൽ എത്ര നിറങ്ങൾ ഉണ്ട്? ഉത്തരം 7 നിറങ്ങൾ. ചോദ്യം, ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? ഉത്തരം 365 ദിവസങ്ങൾ. ചോദ്യം, ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഉത്തരം 60 മിനിറ്റ്. ചോദ്യം, ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഉത്തരം 60 സെക്കൻഡ്. ചോദ്യം, എത്ര സെക്കൻഡുകൾ ചേർന്നതാണ് ഒരു മണിക്കൂർ? ഉത്തരം 3600 സെക്കൻഡ്. ചോദ്യം, തവളക്കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് എന്ത്? ഉത്തരം ഡാഡ്പോൾ. ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര വ്യഞ്ജനാക്ഷരങ്ങൾ ഉണ്ട്? ഉത്തരം 21 വ്യഞ്ജനാക്ഷരങ്ങൾ. ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര സ്വരാക്ഷരങ്ങൾ ഉണ്ട്? ഉത്തരം 5 സ്വരാക്ഷരങ്ങൾ. ചോദ്യം, കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന മൃഗം ഏത്? ഉത്തരം സിംഹം. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേരെന്ത്? ഉത്തരം മയിൽ. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മൃഗത്തിന്റെ പേര്? ഉത്തരം ടൈഗർ. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ഉത്തരം ജനഗണമന. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം താമരപ്പൂവ്. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പഴത്തിന്റെ പേര്? ഉത്തരം മാമ്പഴം. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വൃക്ഷത്തിന്റെ പേര്? ഉത്തരം ആൽമരം. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നദിയുടെ പേര്? ഉത്തരം ഗംഗ. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഉരഗത്തിന്റെ പേര്? ഉത്തരം രാജവെമ്പാല. ചോദ്യം, ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം ന്യൂഡൽഹി. ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡത്തിന്റെ പേര്? ഉത്തരം ഏഷ്യ. ചോദ്യം, ലോകത്ത് എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? ഉത്തരം 7 ഭൂഖണ്ഡങ്ങൾ. ചോദ്യം, പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ചുവപ്പ്, മഞ്ഞ, നീല.
ചോദ്യം: വർഷത്തിലെ ഏറ്റവും ചെറിയ മാസം ഏതാണ്? ഉത്തരം: ഫെബ്രുവരി. ചോദ്യം: ഐസ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ പേര്? ഉത്തരം: ഇഗ്ലൂ. ചോദ്യം: ഏത് നിറമാണ് സമാധാനത്തെ പ്രതീകപ്പെടുത്തുന്നത്? ഉത്തരം: വെള്ള. ചോദ്യം: ജപ്പാനിലെ കുരങ്ങനായ പഞ്ചി ജനിച്ചത് എവിടെ? ഉത്തരം: ഇച്ചിക്കാവ മൃഗശാലയിൽ. ചോദ്യം: ജനിച്ചപ്പോൾ പഞ്ചി എന്ന കുരങ്ങന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം: 500 ഗ്രാം. ചോദ്യം: പഞ്ചി എന്ന കുരങ്ങന് മൃഗശാലയിലെ ജോലിക്കാർ വാങ്ങിക്കൊടുത്ത പാവ എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം: ഓറഞ്ച് നിറത്തിലുള്ള വലിയ ഒറാങ്ങുട്ടൻ പാവ. ചോദ്യം: പഞ്ച് കുരങ്ങന് ജോലിക്കാർ വാങ്ങിക്കൊടുത്ത പാവയെ ലോകം എന്താണ് വിളിച്ചത്? ഉത്തരം: ഒറാൻ മാമൻ. ചോദ്യം: ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല ഏത്? ഉത്തരം: ജബലുന്നൂർ. ചോദ്യം: വറഖത്ത് ബിൻ നൗഫലിന്റെ ഗോത്രം ഏത്? ഉത്തരം: ബനൂ സഅദ്. ചോദ്യം: നബിയുടെ 5ാം പിതാമഹൻ ആര്? ഉത്തരം: ഖുസയ്യ്. ചോദ്യം: മൂസാ നബിയുടെ അടുക്കൽ ദിവ്യ സന്ദേശവുമായി എത്തുന്ന മലക്ക് ആര്? ഉത്തരം: ജിബ്രീൽ അലൈഹിസ്സലാം. ചോദ്യം: ലോക രക്തദാന ദിനം എന്ന്? ഉത്തരം: ഒക്ടോബർ 1. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്ര? ഉത്തരം: 8%. ചോദ്യം: രക്തത്തിലെ ഘടകങ്ങൾ ഏവ? ഉത്തരം: അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ചോദ്യം: പരന്നതും അവതലാകൃതിയിലുമുള്ള രക്തഘടകം ഏത്? ഉത്തരം: അരുണരക്താണുക്കൾ. ചോദ്യം: രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന രക്തഘടകം ഏത്? ഉത്തരം: ശ്വേതരക്താണുക്കൾ. ചോദ്യം: രക്തത്തിലെ സൂക്ഷ്മ കോശദ്രവ്യങ്ങൾക്ക് പറയുന്ന പേര് എന്ത്? ഉത്തരം: പ്ലേറ്റ്ലെറ്റ്. ചോദ്യം: കോശമർമ്മമില്ലാത്ത രക്തഘടകം ഏത്? ഉത്തരം: പ്ലേറ്റ്ലെറ്റ്. ചോദ്യം: ശരീരത്തിൽ കടക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന രക്തഘടകം ഏത്? ഉത്തരം: ശ്വേതരക്താണുക്കൾ. ചോദ്യം: രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തഘടകം ഏത്? ഉത്തരം: പ്ലേറ്റ്ലെറ്റ്. ചോദ്യം: രക്തത്തിലെ ദ്രാവക ഭാഗം ഏത്? ഉത്തരം: പ്ലാസ്മ. ചോദ്യം: രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര? ഉത്തരം: 55%. ചോദ്യം: പ്ലാസ്മയുടെ നിറം ഏത്? ഉത്തരം: ഇളം മഞ്ഞ നിറം. ചോദ്യം: ജൈവ അജൈവ വിക സംയുക്തങ്ങളെ വഹിക്കുന്ന രക്തഭാഗം ഏത്? ഉത്തരം: പ്ലാസ്മ. ചോദ്യം: മനുഷ്യരിലെ അരുണരക്താണുക്കളുടെ ഉപരിതലത്തിൽ കാണുന്ന ആന്റിജനിക് പ്രോട്ടീൻ ഏത്? ഉത്തരം: RH ഘടകം. ചോദ്യം: RH ഘടകം ആദ്യമായി കണ്ടത് ഏത് ജീവിയിലാണ്? ഉത്തരം: റീസിഡ് കുരങ്ങുകളിൽ. ചോദ്യം:
RH ഘടകം കണ്ടുപിടിച്ചത് ആര്? ഉത്തരം കോൾലാൻഡ് സ്റ്റീനറും AS വീനറും. ചോദ്യം: രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഉത്തരം ഹീമോഗ്ലോബിൻ. ചോദ്യം: എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്തത്തെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുള്ളത്? ഉത്തരം ശരീരത്തിലെ ആന്റിജന്റെ അടിസ്ഥാനത്തിൽ. ചോദ്യം: എല്ലാ രക്തഗ്രൂപ്പുകൾക്കും കൊടുക്കാവുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം O ഗ്രൂപ്പ്. ചോദ്യം: എല്ലാ രക്തഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം AB ഗ്രൂപ്പ്. ചോദ്യം: സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം O ഗ്രൂപ്പ്. ചോദ്യം: സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം AB ഗ്രൂപ്പ്. ചോദ്യം: കലീമുള്ള എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആര്? ഉത്തരം മൂസാ നബി. ചോദ്യം: മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആര്? ഉത്തരം സക്കരിയ നബി. ചോദ്യം: നബിയുടെ ഗോത്രം ഏത്? ഉത്തരം ഖുറൈശ്. ചോദ്യം: ഹിജ്റയിൽ നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആദ്യം പോയത് എവിടേക്ക്? ഉത്തരം സൗർ ഗുഹയിലേക്ക്. ചോദ്യം: ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏത്? ഉത്തരം ആയത്തുദ്ദൈൻ. ചോദ്യം: നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നടത്തിയത് എത്ര വർഷക്കാലം? ഉത്തരം 13 വർഷം. ചോദ്യം: ഹംബലി ഇമാമിന്റെ ഉസ്താദ് ആര്? ഉത്തരം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹിമഹുല്ലാ. ചോദ്യം: ഏറ്റവും വലിയ സസ്തനിയുടെ പേര് എന്ത്? ഉത്തരം നീലത്തിമിംഗലം. ചോദ്യം: ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? ഉത്തരം 3. ചോദ്യം: നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തിന്റെ പേര് എന്ത്? ഉത്തരം വ്യാഴം. ചോദ്യം: ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ പേര് എന്ത്? ഉത്തരം ടിബറ്റ്. ചോദ്യം: ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ചോദ്യം: ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ചോദ്യം: ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ഉത്തരം ഇന്ത്യൻ രാഷ്ട്രപതി. ചോദ്യം: ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഉത്തരം 28. ചോദ്യം: ഇന്ത്യയിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉണ്ട്? ഉത്തരം 8. ചോദ്യം: ഒരു സഹസ്രാബ്ദത്തിൽ എത്ര വർഷങ്ങളുണ്ട്? ഉത്തരം 1000 വർഷങ്ങൾ. ചോദ്യം: ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചോദ്യം: ലോകത്തിലെ സമുദ്രങ്ങളുടെ പേര്? ഉത്തരം അറ്റ്ലാന്റിക്, പസഫിക്, ഇന്ത്യൻ, ആർട്ടിക്, അന്റാർട്ടിക്. ചോദ്യം: ലോകത്തിലെ ഏറ്റവും ഇടതൂർന്ന കാടിന്റെ പേര് എന്ത്? ഉത്തരം ആമസോൺ മഴക്കാട്. ചോദ്യം: നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏതാണ്?
ഉത്തരം ഹോളി. ചോദ്യം: രണ്ട് വശങ്ങൾ തുല്യ നീളമോ രണ്ട് വശങ്ങൾ തുല്യമോ ആയ ത്രികോണം ഏത്? ഉത്തരം ഐസോസിലസ് ത്രികോണം. ചോദ്യം: സസ്യങ്ങൾ ഏത് തരം വാതകമാണ് ആഗിരണം ചെയ്യുന്നത്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. ചോദ്യം: അതിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? ഉത്തരം 29 ദിവസങ്ങൾ. ചോദ്യം: ഭൂമിയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേര്? ഉത്തരം നൈൽ. ചോദ്യം: ഏറ്റവും ചെറിയ ഭൂഖണ്ഡത്തിന്റെ പേര് എന്ത്? ഉത്തരം ഓസ്ട്രേലിയ. ചോദ്യം: ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് ഏതാണ്? ഉത്തരം സൂര്യൻ. ചോദ്യം: ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹത്തിന്റെ പേര് എന്ത്? ഉത്തരം മെർക്കുറി. ചോദ്യം: പ്രകാശത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവം ഏത്? ഉത്തരം ദീപാവലി. ചോദ്യം: ഏറ്റവും വലിയ മുട്ടകൾ ഇടുന്ന പക്ഷിയുടെ പേര് എന്ത്? ഉത്തരം ഒട്ടകപ്പക്ഷി. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഉത്തരം റിവർ ഡോൾഫിൻ. ചോദ്യം: ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗത്തിന്റെ പേര് എന്ത്? ഉത്തരം ആന. ചോദ്യം: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? ഉത്തരം എവറസ്റ്റ് കൊടുമുടി. ചോദ്യം: റേഡിയോ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഗൂഗ്ലിയൽമോ മാർക്കോണി. ചോദ്യം: വൈദ്യുതി പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ചോദ്യം: ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത്? ഉത്തരം ആഫ്രിക്ക. നീലത്തിമിംഗലത്തിന്റെ വലിപ്പം എത്ര? ഉത്തരം 30 മീറ്റർ അഥവാ 100 അടി. ചോദ്യം: നീലത്തിമിംഗലത്തിന്റെ ഭാരം എത്ര? ഉത്തരം 1,90,000 കിലോഗ്രാം. ചോദ്യം: നീലത്തിമിംഗലം തന്റെ ശരീരത്തിലെ ഏത് ദ്വാരത്തിലൂടെയാണ് ശ്വസിക്കുന്നത്? ഉത്തരം തലക്ക് മുകളിലെ ബ്ലോ ഹോൾ എന്ന ദ്വാരത്തിലൂടെ. ചോദ്യം: നീലത്തിമിംഗലം കഴിക്കുന്നത് ഏത് ജീവിയെ ആണ്? ഉത്തരം krill. ചോദ്യം: krill ഏത് വർഗത്തിൽപ്പെട്ട ജീവിയാണ്? ഉത്തരം കൊഞ്ചുവർഗം. ചോദ്യം: നീലത്തിമിംഗലത്തിന്റെ വായക്കുള്ളിലെ അരപ്പാ സംവിധാനം ഏത്? ഉത്തരം ബലമിൻ. ചോദ്യം: പല്ലുള്ളവരിൽ വച്ച് ഏറ്റവും വലിയ തിമിംഗലം ഏത്? ഉത്തരം സ്പേം. ചോദ്യം: കൊലയാളി തിമിംഗലം, കുപ്പിമൂക്കൻ, ബലുഗ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തരം തിമിംഗലം ആണ്? ഉത്തരം പല്ലുള്ള തിമിംഗലം. ചോദ്യം: തിമിംഗല വേട്ടയെ കുറിച്ച് പറയുന്ന പ്രശസ്ത നോവൽ ഏത്? ഉത്തരം മോബി ഡിക്ക്. ചോദ്യം: മോബി ഡിക്ക് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം
ഹെർമൻ മെൽവിൽ. ചോദ്യം: മോബി ഡിക്ക് എന്ന നോവൽ പ്രസിദ്ധമായ വർഷം ഏത്? ഉത്തരം: 1871. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ തലച്ചോർ ഉള്ള ജീവി ഏതാണ്? ഉത്തരം: തിമിംഗലം. ചോദ്യം: ബാബാ സാഹിബ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെ? ഉത്തരം: ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ചോദ്യം: ഭീംറാവു ജനിച്ചത് എവിടെയാണ്? ഉത്തരം: മധ്യപ്രദേശിലെ മൗ എന്ന സ്ഥലത്ത്. ചോദ്യം: ഭീംറാവു ജനിച്ചത് എന്ന്? ഉത്തരം: 1891 ഏപ്രിൽ 14. ചോദ്യം: അംബേദ്കർ ജനിച്ച സ്ഥലം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: അംബേദ്കർ നഗർ. ചോദ്യം: ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹത്തിന്റെ പേര്? ഉത്തരം: ചൊവ്വ. ചോദ്യം: മാൽഗുഡി ഡേയ്സ് എഴുതിയത് ആര്? ഉത്തരം: ആർ.കെ. നാരായൺ. ചോദ്യം: യുഎസ്എയുടെ ദേശീയ ഗെയിമിന്റെ പേര്? ഉത്തരം: ബേസ്ബോൾ. ചോദ്യം: വാച്ച് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം: പീറ്റർ ഹെൻലൈൻ. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ഏതാണ്? ഉത്തരം: ഇന്ത്യ. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഉത്തരം: സ്റ്റേപ്സ് അഥവാ ചെവി അസ്ഥി. ചോദ്യം: ഉദയസൂര്യന്റെ നാഡി എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ പേര്? ഉത്തരം: ജപ്പാൻ. ചോദ്യം: 1 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ഉണ്ട്? ഉത്തരം: 10 മില്ലിമീറ്റർ. ചോദ്യം: ഭൂമിയിൽ ലഭ്യമായ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥത്തിന്റെ പേര്? ഉത്തരം: ഡയമണ്ട്. ചോദ്യം: 10 വശങ്ങളുള്ള ഒരു ആകൃതിയുടെ പേര്? ഉത്തരം: ദശഭുജം. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രത്തിന്റെ പേര്? ഉത്തരം: പസഫിക് സമുദ്രം. ചോദ്യം: മൈക്രോസോഫ്റ്റിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? ഉത്തരം: ബിൽ ഗേറ്റ്സും പോൾ ജി അലനും. ചോദ്യം: ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം: ആൽബർട്ട് ഐൻസ്റ്റീൻ. ചോദ്യം: നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം: മഹാത്മാഗാന്ധി. ചോദ്യം: ഭൂമിയുടെ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹത്തിന്റെ പേര്? ഉത്തരം: ചന്ദ്രൻ. ചോദ്യം: എക്സ്റേ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ഉത്തരം: വിൽഹെം റോണ്ട്ജൻ. ചോദ്യം: ഗുരുത്വാകർഷണത്തിന്റെ സാർവത്രിക നിയമം ആരാണ് നൽകിയത്? ഉത്തരം: ഐസക് ന്യൂട്ടൺ. ചോദ്യം: കോമൺവെൽത്ത് ഗെയിംസ് എന്തൊക്കെയാണ്? ഉത്തരം: ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റ്. ചോദ്യം: കരവിസ്തൃതിയിൽ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഉത്തരം: വത്തിക്കാൻ സിറ്റി. ചോദ്യം: പെൻസിൽ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം:
അലക്സാണ്ടർ ഫ്ലെമിംഗ്. ചോദ്യം: ജപ്പാന്റെ കറൻസി ഏതാണ്? ഉത്തരം: യെൻ. ചോദ്യം: ടൈറ്റാനിക് മുങ്ങിയ വർഷം ഏത്? ഉത്തരം: 1912. ചോദ്യം: ജപ്പാന്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം: ടോക്കിയോ. ചോദ്യം: ജർമ്മനിയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം: ബെർലിൻ. ചോദ്യം: തെക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം: ആമസോൺ നദി. ചോദ്യം: ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: ആൽബർട്ട് ഐൻസ്റ്റീൻ. ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം: തൊലി. ചോദ്യം: കാനഡയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം: ഒട്ടാവ. ചോദ്യം: റഷ്യയുടെ തലസ്ഥാനം ഏതാണ്? ഉത്തരം: മോസ്കോ. ചോദ്യം: അന്യഗ്രഹങ്ങളിൽ നിന്ന് നോക്കിയാൽ ഭൂമിയുടെ നിറം ഏതാണ്? ഉത്തരം: നീല. ചോദ്യം: ഭൂമിയിൽ എത്ര ശതമാനമാണ് സമുദ്രം? ഉത്തരം: 71%. ചോദ്യം: ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം: ജൂൺ 8. ചോദ്യം: 2026 സമുദ്രദിന പ്രമേയം എന്ത്? ഉത്തരം: സമുദ്രങ്ങൾക്കായുള്ള മാറ്റം, സുസ്ഥിരമായ ഭാവിയിലേക്ക് ഒന്നിക്കാം. ചേഞ്ച് ഫോർ ദി ഓഷ്യൻസ്, യുണൈറ്റിംഗ് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ചോദ്യം: നമ്മൾ ശ്വസിക്കുന്ന വാതകം ഏത്? ഉത്തരം: ഓക്സിജൻ. ചോദ്യം: നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പകുതിയിലധികവും ഉൽപ്പാദിപ്പിക്കുന്ന സമുദ്രത്തിലെ സൂക്ഷ്മസസ്യം ഏത്? ഉത്തരം: ഫൈറോപ്ലാങ്ക്ടണുകൾ. ചോദ്യം: കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവജാലങ്ങൾ വസിക്കുന്നത് എവിടെ? ഉത്തരം: കടലിൽ. ചോദ്യം: ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം ഏത്? ഉത്തരം: മരിയാന ട്രെഞ്ച്. ചോദ്യം: മരിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത്? ഉത്തരം: പസഫിക് സമുദ്രം. ചോദ്യം: മരിയാന ട്രെഞ്ചിന്റെ ആഴം എത്ര? ഉത്തരം: ഏകദേശം 11 കിലോമീറ്റർ ആഴം. ചോദ്യം: ആൺകുതിരകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന കുതിരവർഗം ഏതാണ്? ഉത്തരം: കടൽ കുതിരകൾ. ചോദ്യം: 3 ഹൃദയങ്ങളുള്ള ജീവി ഏത്? ഉത്തരം: നീരാളികൾ. ചോദ്യം: നീരാളികളുടെ മസ്തിഷ്കങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം: 9. ചോദ്യം: നീരാളികളുടെ രക്തത്തിന്റെ നിറം ഏതാണ്? ഉത്തരം: നീല. ചോദ്യം: തലച്ചോറും ഹൃദയവും അസ്ഥികളും ഇല്ലാത്ത മത്സ്യം ഏത്? ഉത്തരം: ജെല്ലി ഫിഷ്. ചോദ്യം: സമുദ്രത്തിലെ ഏറ്റവും വേഗതയുള്ള മത്സ്യം ഏതാണ്? ഉത്തരം: സെയിൽ ഫിഷ്. ചോദ്യം: 3000-ലധികം പല്ലുകളുള്ള മത്സ്യം ഏത്? ഉത്തരം: തിമിംഗല സ്രാവുകൾ. ചോദ്യം: 600 വോൾട്ട് വരെ വൈദ്യുതി പുറത്തെടുക്കാൻ കഴിയുന്ന മത്സ്യം ഏതാണ്? ഉത്തരം: ഇലക്ട്രിക് ഈൽ. ചോദ്യം:
എന്തുമൂലമാണ് സമുദ്രത്തിൽ തിരമാല ഉണ്ടാവുന്നത്? ഉത്തരം കാറ്റുമൂലം. ചോദ്യം: ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? ഉത്തരം ആർട്ടിക് സമുദ്രം. ചോദ്യം: കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയുന്ന ജീവി ഏതാണ്? ഉത്തരം ലോബ്സ്റ്റർ. ചോദ്യം: ഒരു കണ്ണ് തുറന്ന് പിടിച്ച് ഉറങ്ങാൻ സാധിക്കുന്ന കടൽ ജീവി ഏത്? ഉത്തരം ഡോൾഫിൻ. ചോദ്യം: കടലിലെ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത് എന്തിനെ? ഉത്തരം സമുദ്രത്തിലെ പവിഴപ്പുറ്റുകളെ. ചോദ്യം: ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഉത്തരം വായിക്കപ്പെടുന്നത്. ചോദ്യം: ഏറ്റവും കൂടുതൽ ആയത്തുകളുള്ള സൂറത്ത് ഏത്? ഉത്തരം അൽ ബഖറ. ചോദ്യം: കേരളത്തിന്റെ സംസ്ഥാന പക്ഷി ഏത്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. ചോദ്യം: സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. ചോദ്യം: കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലക്ഷദ്വീപ്. ചോദ്യം: പ്രകൃതിയുടെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം ബീവർ. ചോദ്യം: ബീവറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഉത്തരം ഡാം നിർമ്മിക്കുവാനുള്ള കഴിവ്. ചോദ്യം: ബീവറിന്റെ പല്ലിന്റെ നിറം ഏതാണ്? ഉത്തരം ഓറഞ്ച്. ചോദ്യം: ബീവറിന്റെ പല്ലുകൾ ഓറഞ്ച് നിറമാവാൻ കാരണം എന്താണ്? ഉത്തരം പല്ലുകളിൽ ഇരുമ്പിന്റെ അളവ് കൂടുതലായത്. ചോദ്യം: ബീവറുകൾ വെള്ളത്തിനടിയിൽ നിർമ്മിക്കുന്ന വീടിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ലോഡ്ജ്. ചോദ്യം: ഇന്ത്യയുടെ 10ാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം KR നാരായണൻ. ചോദ്യം: KR നാരായണൻ ജനിച്ചത് എവിടെ? ഉത്തരം ഉഴവൂർ. ചോദ്യം: KR നാരായണൻ ജനിച്ചത് എന്ന്? ഉത്തരം 1920 ഒക്ടോബർ 27.